മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന, മാതാപിതാക്കളിൽ കൽപ്പിക്കുന്നു അത് നമുക്ക് നിർവഹിക്കുന്ന ഒരു മക്കൾ, ഒരു പുതുതലമുറ ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സമുദായത്തെ വളർത്തിയെടുക്കാൻ തന്നെയാണ് ഇന്നത്തെ SKSBV എന്ന് പറയുന്ന ഈ രൂപത്തിൽ ഒരു സംഘടന, ചില വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചുകൊണ്ട് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതാവ്, അതായത് മക്കൾ എങ്ങനെയാണോ വളരേണ്ടത് ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കളെ അനുസരിക്കുന്ന, മുതിർന്നവരെ അനുസരിക്കുന്ന, ഉസ്താദുമാരെ അനുസരിക്കുന്ന ഈ നല്ലൊരു തലമുറ മക്കൾ നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇങ്ങനെയൊരു സംഘടനയെ രൂപീകരിക്കുകയും അതിന്റെ യഥാർത്ഥ മാതാവിലൂടെ നമ്മുടെ മാതാവ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതാവിലൂടെ ഇന്ന് നമ്മൾ മക്കൾ അതിലൂടെ വളർന്നു വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉമ്മമാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾ പല രീതിയിലേക്കും, നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ തെറ്റിന്റെ സാഹചര്യത്തിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് വഴിയിലൂടെ പോകുമ്പോഴും അവിടെ ഏതെങ്കിലും ഒരു തെറ്റിന്റെ സാഹചര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ നടന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതാവിന്റെ മാർഗ്ഗത്തിലൂടെ നമ്മുടെ മക്കൾ സഞ്ചരിക്കുമ്പോൾ, അതിന്റെ വഴിയിൽ പ്രവർത്തിക്കുമ്പോൾ, അതിനു വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മക്കളെയും അതിലേക്ക് വേണ്ടി തിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാണ് തിരിച്ചാലുള്ള മാർഗം? നമ്മൾ ഈ ലോകത്ത് നിന്ന് പറഞ്ഞ് യഥാർത്ഥമായ പരലോക ജീവിതത്തിലേക്ക് നമുക്ക് ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ചെല്ലുമ്പോ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു ഇടം ഈ ലോകത്ത് പറഞ്ഞ സമയത്ത് തന്നെ ആദ്യം എത്തിച്ചേരുന്നത് ഖബറിലേക്കാണല്ലോ. ആ ഖബറിലേക്ക് എത്തിച്ചേരുമ്പോ തന്റെ മക്കൾ വന്നുകൊണ്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മക്കൾ ഉണ്ടാവുക എന്നുള്ളത് എത്ര വലിയ ആനന്ദമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മക്കൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അമൽ മുറിഞ്ഞു പോകും, എന്നാൽ അവരുടെ മക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ ഖബറിൽ അവരുടെ മാതാപിതാക്കളുടെ പദവിയെ അല്ലാഹു ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണല്ലോ. അങ്ങനെ തലമുറ, അങ്ങനെയുള്ള മക്കൾ ഇവിടെ വളർന്നു വരണം. ഏത് റൂട്ടിലൂടെയാണ് അവരെ സഞ്ചരിപ്പിക്കേണ്ടത് എന്ന് നമ്മുടെ ഉമ്മമാരെന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല ലഹരിക്കും അടിമപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യാഘോഷങ്ങളുണ്ടാകുമ്പോഴേക്ക് അവിടെ അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തി നല്ല നല്ല മക്കൾ നമ്മൾ ദീനിന്റെ മാർഗത്തിൽ നടത്തുന്ന എല്ലാ പരിപാടികളിലും പറഞ്ഞയച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അയച്ചുകൊണ്ട് നമ്മളെ മക്കളെ വളർത്തിയെടുക്കുമ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ ദുആ ചെയ്യാൻ മനസ്സ് അവർക്കുണ്ടാകും. മാത്രമല്ല അതിന്റെ പുറമെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നെങ്കിൽ ആ മക്കളോട് കൂടെ പ്രവർത്തിച്ച ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അഹ്ലിയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണമെന്നുള്ളത് നമ്മുടെ പ്രവർത്തിക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാകും. ഇങ്ങനെ പ്രവർത്തകന്റെ ഉമ്മയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉസ്താദുമാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാകും, ഒരുപാട് സാദാത്യങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാകും, ഒരുപാട് പണ്ഡിതന്മാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാകും. മാത്രമല്ല ഇങ്ങനെയുള്ള മഹത്തമായ സംഘടനയ്ക്ക് ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ടാകും. അതിൽ ഒരുപാട് തീർക്കാൻ എല്ലാവരും മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നന്മകളിലേക്ക് കിട്ടുമല്ലോ എന്ന ലക്ഷ്യത്തോടെ തന്റെ മക്കളെ നിങ്ങൾ ഈ സന്മാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ പാതാവിനെ കാണിച്ചു കൊടുക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാതാവായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഹ്ലിയ പ്രസ്ഥാനത്തിലൂടെ അതിന്റെ കീഴിലൂടെ നമ്മുടെ മക്കളെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി ഓരോ രക്ഷിതാക്കളും ഓർമ്മപ്പെടുത്തണമെന്ന് ഓരോ രക്ഷിതാക്കളും സഞ്ചരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായി ഒന്നും സൂചിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബാണ് ഏറ്റവും നമുക്ക് നന്മാവാൻ, നമ്മുടെ മക്കളെ നന്മയുടെ പാതാവിലേക്ക് നയിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു മാസത്തിൽ തന്നെയാണ് ഈ മാസം മുതൽ എന്റെ മക്കൾ തിന്മയിലേക്ക് പറഞ്ഞേക്കാതെ നന്മയുടെ, പ്രത്യേകിച്ച് നിങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഹ്ലിയ പ്രസ്ഥാനത്തിന്റെ ഈ കടത്തിൽപ്പെട്ട SKSBV മക്കളുടെ ചെറിയ പിഞ്ചു മക്കളുടെ സംഘടനയായ SKSBV എന്റെ മക്കളും വളർന്നു വരട്ടെ എന്നൊരു ലക്ഷ്യമുണ്ടാവണം. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കളെ കൊണ്ട് എനിക്ക് വിജയിക്കണം എന്ന